ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഷോജിയാണ് ഖത്തറിൽ നിന്നാണ്. അപ്പോൾ ഈ ചേട്ടൻ ചോദിച്ചിറങ്ങണത്, ഈ ചേട്ടൻ 20 വർഷമായി AC ഫീൽഡിലാണെന്നാണ് പറയണത്. ബഹ്റൈനിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഞാൻ തള്ളി മറിക്കുകയാണെന്നാണ് ഈ ചേട്ടൻ പറയണത്. ഞാനിവിടെ തള്ളി മറിക്കൊന്നുമല്ല മോനെ, നീ വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് വേണമെങ്കിൽ പണി പഠിച്ചോ വേണമെങ്കിൽ നിനക്ക്. അപ്പോൾ ഞാനിവിടെ തള്ളി മറിക്കൊന്നുമില്ല, ഞാൻ അങ്ങനെ കമൻറ്റുകളും ഇതുപോലെ ഒന്നും ഇടാറില്ല. അപ്പോൾ AC കുറിച്ചിട്ട് നിനക്ക് അറിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്നിട്ട് വേണമെങ്കിൽ നീ പണി പഠിക്കാൻ വേണമെങ്കിൽ വന്നു. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ചെയ്യുന്ന പണികൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് കസ്റ്റമർക്ക് ചെയ്തു കൊടുക്കുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കസ്റ്റമർ വണ്ടി കൊണ്ടുവരുമ്പോൾ ആ കസ്റ്റമർ പല സ്ഥലത്തുനിന്നും ചിലപ്പോൾ കടം വാങ്ങിച്ചിട്ടായിരിക്കും ചിലപ്പോൾ AC പണിയാനായിട്ട് കൊണ്ടുവരുന്നത്. അത് ഞാൻ നല്ല രീതിയിൽ അതിൻ്റെ മാക്സിമം അതിൻ്റെ എത്രയും പരമാവധി കൂളിങ് കൂടുതൽ കിട്ടുമ്പോൾ അത്രയും ഞാൻ ആ വണ്ടിക്ക് ആക്കി കൊടുക്കാറുണ്ട്. ഞാൻ ചെയ്യണ വീഡിയോ പോലെ ചേട്ടനൊന്ന് വീഡിയോ ഒന്ന് ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ മിക്ക വരുന്ന വണ്ടികളുടെയും അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ടെമ്പറേച്ചർ 5-നും താഴെ ആക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. പല വണ്ടികളിലും അത് ആക്കി കൊടുക്കാറുണ്ട്. എന്നാൽ മാത്രമാണ് ആ വണ്ടിക്ക് നല്ല കൂളിങ് കിട്ടുള്ളൂ. പിന്നെ ഞാൻ ബഹ്റൈനിലത്തെ വണ്ടി ഇവിടെ ഖത്തറിൽ പണം കൊടുത്തിട്ടുണ്ട്. അത് നീ കണ്ടിട്ടുണ്ടാവില്ല, അത് കണ്ടതൊന്ന് നോക്കിക്കോ. ப்ரோ அதான் ஒண்ணுக்கு 4 பாக்கெட் இருக்குல்ல, போனை பாக்கெட்ல வைக்கலாம்ல, அதையும் எப்ப பார்த்தாலும் கையில வச்சு சுத்திட்டு இருக்கீங்க. ஹே ப்ரோ, நான் இந்த போனை பாக்கெட்ல வைக்கிறதுக்கு 1.5 லேக் கொடுத்து இந்த போனை வாங்கினேன். ஐபோன் ப்ரோ. பாக்குற எல்லாருக்கும் தெரிய தேவையில்லையா ஐபோன் யூசர்னு. அப்படின்னா தான்டா இந்த ஐபோன்ல இருக்கு. அப்படின்னா தான் ப்ரோ இந்த ஐபோன்ல இருக்கு. ப்ரோ இல்ல, இதான் என் ஊரு. இதை விட்டுட்டு நான் எங்கடா போவேன்? இதுக்கு நல்லது செய்யாம விட மாட்டேன். எப்படி சிவாஜி? இந்த ₹1 வச்சுதான் பூ விழுந்தா பூ பாதை, தலை விழுந்தா சிங்கப்பாதை, என் பாதைய கடவுளோ தற்செயலோ இது தீர்மானிக்கட்டும். இனி நான் போற பாதை சிங்கப்பாதை.